ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് ഉണ്ടാക്കലാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഇങ്ങനെ കാണുന്നുണ്ട്, പല ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റിനെ കുറിച്ചിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. നമുക്കതൊന്നും വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടും സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ കുറേ ഇങ്ങനെ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് കുറേ ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റിനെ കുറിച്ചിട്ട്, അതായത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് 2 ദിവസമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ടാ. 2 ദിവസത്തോണ്ട് എന്തായാലും മാറ്റം കാണില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഞാൻ അപ്പം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒരു 2 3 ആഴ്ചയൊക്കെ ഉപയോഗിച്ച് നോക്കട്ടെ. പിന്നെ എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ ഏകദേശമൊക്കെ നിന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മുടിയുടെ കാര്യത്തിലും പിന്നെ സ്കിന്നിൻ്റെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല എന്താ മാറ്റം കാണുന്നതെന്നൊന്നും അറിയില്ല. എനിക്കാണെങ്കിൽ പിമ്പിൾസും കാര്യങ്ങളൊന്നും ഇല്ല തൽക്കാലത്തിന്. ഇനിയിപ്പോൾ പിഗ്മെൻറ്റേഷൻ പോവോ കാര്യങ്ങൾ പോവോ എങ്ങനെയാണ് നമ്മുടെ ഹെൽത്ത് നന്നാവോ അങ്ങനെയൊന്നും നമുക്കറിയില്ല. അപ്പോൾ 1 മാസം ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ വീണ്ടും ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ ഹെൽത്തി ടാബ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 2 ക്യാരറ്റ്, പിന്നെ 1 കഷ്ണം ഇഞ്ചി, പിന്നെ 1 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു 5-6 നെല്ലിക്ക എടുത്തിട്ട് അത് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒന്നുകൂടെ വേണം, നാരങ്ങയും കൂടെ വേണം, പകുതി നാരങ്ങയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മൾ അരിച്ചതിന് ശേഷം നാരങ്ങ പിഴിഞ്ഞ് വെക്കാനാണ്. നാരങ്ങ ഇതിൻ്റെ കൂടെ ചേർത്ത് അടിച്ചെടുക്കുന്നൊന്നുമില്ല. ഇതൊക്കെ നെല്ലിക്ക ആയാലും മുടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ആപ്പിൾ ആയാലും ബീറ്റ്റൂട്ട് ആയാലും ഇഞ്ചി ആയാലും, ഇഞ്ചിയൊക്കെ നമുക്ക് ദഹനത്തിനും കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റും ദഹനത്തിനും ഗ്യാസിനൊക്കെ നല്ലതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതാണ്, പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ട് ആദ്യം അടിച്ചു, അതിനുശേഷം ഞാൻ ബീറ്റ്റൂട്ട് ഇട്ടു, പിന്നെ ഞാൻ നാരങ്ങയും കൂടെ അതിൽ പിഴിഞ്ഞൊഴിച്ചു കേട്ടോ നല്ലോണം. പിന്നെ ആ സമയത്ത് മറന്നാലോ എന്ന് കരുതിയിട്ട് നേരത്തെ തന്നെ ഞാൻ നാരങ്ങ ഒരു അരയാണ് കേട്ടോ നാരങ്ങ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ നല്ല പുളിയാവും. അപ്പോൾ അര എടുത്താൽ മതി. കാരണം ബാക്കിയുള്ളതിൻ്റെ അധികം വെള്ളം ഒഴിക്കാണ്ടാണ് അരച്ചെടുക്കുന്നത്. ആകെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ല പോലെ നമ്മൾ അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇതിൽ കിട്ടും കേട്ടോ. വീണ്ടും ഞാൻ 2ാമതും അരിച്ചെടുത്തു. കാരണം ഈ ബീട്രൂട്ടിൻ്റെയൊക്കെ എന്തോരം അരിച്ചാലും സാധാരണ പോകാറില്ല. എന്നിട്ട് ഐസ് ക്യൂബ് വെക്കുന്ന ഈ സംഭവത്തിൽ ഞാൻ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഇത് പക്ഷേ ഞാൻ വാങ്ങിച്ചത് വലുതായി പോയി. വീട്ടിൽ നല്ല ചെറുതാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ കരുതി പുറത്തുനിന്ന് വേറെ ഒരെണ്ണം കൂടെ വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ ഇത് നല്ല വലുപ്പമായി പോയി. അപ്പോൾ ടാബ്ലറ്റ് വലുതായിട്ടോ. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, അത് നമുക്ക് കുടിക്കാമല്ലോ. എന്തായാലും ഇത് 2 ആഴ്ചത്തേക്കുള്ളതുണ്ട്, അത്യാവശ്യത്തിന് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ കളറൊക്കെ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോഴേ സാധാ ബീട്രൂട്ടിൻ്റെ നീരെടുക്കുന്ന ഒരു ഇതല്ല, വേറൊരു മെറൂൺ കളർ എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറില്ലേ ലിപ്സ്റ്റിക്കിനൊക്കെ. ഈ ഒരു കളർ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ വിചാരിക്കില്ലേ. അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ കിട്ടിയത്. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ 2 ആഴ്ച 1 മാസമൊക്കെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതൊക്കെ 2 ആഴ്ചത്തേക്കുള്ളത് ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഹസ്ബൻഡിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേഗം കഴിയും, അപ്പോൾ വേഗം ഉണ്ടാക്കും വേണം. ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ നമുക്ക് ഐസ് ക്യൂബ് നമുക്ക് എടുത്തിടാം കേട്ടോ, എന്നിട്ട് കുടിക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. എല്ലാം നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറിയാണ് വിശ്വസിക്കാനൊന്നും പറ്റില്ല. നല്ലപോലെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയിട്ട് പിന്നെ നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഫ്രിഡ്ജായാലും അങ്ങനെ സൂക്ഷിക്കണം കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളായാലും. ഇപ്പോൾ അത് 1 മാസത്തോളം നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ 2 ആഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. പിന്നെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു സാധനം നമ്മൾ വീട്ടിൽ പച്ചക്കറിയും അങ്ങനെയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബോറുണ്ടാവും, കാരണം നല്ല ഇരുട്ടാണ്. എൻ്റെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ മുമ്പ് പൊട്ടിച്ചു. അപ്പോൾ ടോർച്ചിൻ്റെ ലൈറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.